നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃക്കരിപ്പൂര് വടക്കേക്കോവലിലേക്കാണ്. വടക്കേക്കോവൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നിസ്വ എന്ന് പറയുന്ന വനിതാ കൂട്ടായ്മ. നിസ്വ എന്ന വാക്കിനർത്ഥം തന്നെ വനിതാ കൂട്ടായ്മയാണ് എന്ന് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ജുമാ മസ്ജിദിന് ഏറ്റവും അടുത്ത് ജുമാ മസ്ജിദ് തന്നെ ഈ സ്ത്രീ കൂട്ടായ്മയ്ക്ക് ഒരു ഇടം ഒക്കെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇവിടെ സമാനതകളില്ലാത്ത ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് അന്വേഷിച്ച് നിങ്ങളിലേക്കൊക്കെ എത്തിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സെമീറത്തെയും കൂട്ടുകാരും ഒക്കെയാണ് ഇതിന് പിന്നുള്ളത്. അപ്പോൾ ആദ്യം സെമീറത്തയുടെ വീട്ടിലായിരുന്നു അല്ലേ? അതെ അതെ, വീട്ടിലായിരുന്നു. എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു. ഇവിടെ ചെയ്യുന്ന വെച്ചാല് പാവപ്പെട്ട കുട്ടികൾക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ ആവല്ല. അപ്പൊ അവർക്ക് പിന്നെ ഇത് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് നമുക്ക് തോന്നി. അപ്പൊ പിന്നെ നമ്മളിത് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി, കളക്ട് ചെയ്യുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതെ. അപ്പൊ സെമീറത്ത പാലിയേറ്റീവിന്റെ വളണ്ടിയറായി ഒക്കെ പോവുമായിരുന്നു. അപ്പൊ പല വീട്ടിലും പോയപ്പം ഈ കുറെ വിവാഹ സ്വപ്നങ്ങളുമായി നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടു. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതുപോലെ ഭംഗിയുള്ള വസ്ത്രങ്ങളൊന്നും സ്വന്തമാക്കാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കിയപ്പോ ഇതുപോലെ വീട്ടിൽ ഒരു പ്രാവശ്യം മാത്രം കല്യാണത്തിന് മാത്രം ഇട്ട് ഷെൽഫിൽ കിടക്കുന്ന വസ്ത്രങ്ങളൊക്കെ കളക്ട് ചെയ്യാനും അത് തരാനുള്ള നല്ല മനസ്സ് ഈ നാട്ടുകാർക്ക് ഉണ്ട്. ഇഷ്ടം പോലെ ഡ്രസ്സ് വരുന്നുണ്ട്. അതെ. അങ്ങനെ എല്ലാവർക്കും നൽകാനും, അതായത് സാധാരണ പെൺകുട്ടികൾക്ക് നൽകാനൊക്കെയുള്ള വലിയൊരു മനസ്സ് സെമീറത്ത കാണിച്ചു. പക്ഷെ ഇപ്പോ അത് അവരുടെ വീട്ടിൽ മാത്രമായിരുന്നു. ഇപ്പൊ നിസ്വ അത് ഏറ്റെടുത്ത് പേര് പറ. സീനത്ത് താഹിറ. ഇവര് 17 പേരുണ്ട് അല്ലേ? ഞങ്ങൾ 17 പേരുണ്ട് മെമ്പേഴ്സ്. ഞാൻ ഇത് വൈസ് ചെയർപേഴ്സൺ ആണ്. അതെ, ചെയർപേഴ്സൺ ആണ്. ഒരാൾക്ക് മാത്രമായിട്ട് ഇപ്പൊ വീട്ടില് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി 17 പേരും കൂടി ഇത് വെച്ചാൽ വടക്കേക്കോൽ ജമാഅത്ത് കമ്മിറ്റിന്റെ കീഴിലുള്ള തൃക്കരിപ്പൂർ വടക്കേക്കോൽ ജമാഅത്ത് കമ്മിറ്റിന്റെ കീഴിലുള്ള വനിതാ ഉള്ള കൂട്ടായ്മയാണ് നിസ്വ. നിസ്വ അറബി വേർഡാണ്. അത് വനിതാ കൂട്ടായ്മ നമ്മൾ കമ്മിറ്റിന്റെ കീഴിൽ വരുന്ന വനിതാ സംഘടന. അപ്പം ഈ സംഘടനയോടെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഒരുപാട് ഇപ്പൊ ഒന്നാമത് സോഷ്യൽ മീഡിയ കൂടി ഒരുപാട് ആളിലേക്ക് ഇത് എത്തുന്നുണ്ട്. അപ്പം ഇഷ്ടംപോലെ ഡ്രസ്സ് ഇന്നുകൂടെ ഒരുപാട് ഡ്രസ്സ് വന്നു. അതെ, നമുക്ക് സാധാരണ ഒരു കല്യാണ ഡ്രസ്സിനൊക്കെ 14,000 രൂപ വരെയൊക്കെ വിലയുള്ള വസ്ത്രങ്ങളാണ്. അതൊക്കെ 50,000 ഡ്രസ്സ് വരെ ഇവിടെ വന്നിട്ടുണ്ട്. 50,000 ഡ്രസ്സ് വരെ നല്ല മനസ്സോടുകൂടി തരുന്നുണ്ട്. അതെ, തീർച്ചയായും. അവര് അത് അണിഞ്ഞിട്ട് ഫോട്ടോ ചെന്നിട്ട് ഉണ്ടാകുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഇനിയും ചെയ്യാനുള്ള ഒരു എനർജി, പ്രചോദനം തരുന്നത്. സാധാരണ ഇങ്ങനെ വാടകക്കൊക്കെ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? കല്യാണത്തിന് പകരമായിട്ടാണ്, വാടക ഇല്ലാതെ പാവപ്പെട്ടവർക്ക് എത്തിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ 1 രൂപ പോലും വാങ്ങിക്കുന്നില്ല. അവർക്ക് നമ്മൾ കൊടുക്കുകയാണ്, അവർക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഇനി അഥവാ അവർക്കും ഇതുപോലെ ഭാരമാവുന്നുണ്ടെങ്കിൽ തിരിച്ചു തരാം. കാരണം ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങളാണ്. നമുക്ക് തന്നെ കാണുമ്പോൾ കൊതി തോന്നുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ്. അതാണ് 1 രൂപ പോലും മുടക്കാതെ കുട്ടികൾക്ക് അവരുടെ ഏറ്റവും നല്ലൊരു ദിവസത്തില് അണിയാൻ കഴിയുന്നത്. അതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവർക്കൊക്കെ അയക്കുമ്പോൾ അത് കാണുന്നതാണ് ഇവർക്ക് ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് ഇങ്ങനെ ഒരു വനിതാ കൂട്ടായ്മ ഇവിടെ ഇങ്ങനെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് പയ്യന്നൂരിലെ സുജാ ഡോക്ടർ വഴിയാണ്. ഡോക്ടർ പയ്യന്നൂരിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മുൻനിരയിലുള്ള ആളാണ്. അപ്പോൾ ഡോക്ടർ ഇന്ന് ഒരുപാട് വസ്ത്രങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിയത് അല്ലേ? എത്ര കാലമായി ഇവരുടെ കൂടെ കൂടി? ഇവരെ ഇപ്പൊ എല്ലാവരും കുറെ വർഷമായിട്ട് അറിയാം. സമീറ അടുത്ത സുഹൃത്താണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഇത് ഇത്ര വിപുലമായ രീതിയിൽ ഇവര് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ മെമ്പറാണ്. അപ്പോൾ നമ്മുടെ ഇവരെ നിസ്വയുടെ ഒരു വനിതാ കൂട്ടായ്മയും ചേർന്നിട്ട് ലയൺസ് ക്ലബ് തൃക്കരിപ്പൂരും പിന്നെ 3 സംഘടനകൾ ഒരുമിച്ചിട്ട് ഇവിടെ ഒരു ക്യാൻസറിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു, സ്ക്രീനിങ് ക്യാമ്പ്. അതായത് ഗർഭാശയകള ക്യാൻസറും സ്തന പരിശോധനയൊക്കെ ഉള്ള ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൽ വന്നപ്പോഴാണ് എന്നെ ഇത് ഞെട്ടിപ്പിച്ച്. കാരണം ഇത്രയും സമീറ 12 വർഷമായിട്ട് ചെയ്യുന്നതെന്ന് അറിയാം. അത് വീട്ടിൽ തന്നെയാണ്. അപ്പൊ സമീറന്റെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. ഭർത്താവ് സിദ്ദിഖ് ആവട്ടെ വളരെ നല്ല രീതിയിൽ ഒരുപാട് മുൻപേ അറിയുന്ന സുഹൃത്തുക്കളാണ്. അപ്പൊ ഇത് ഇത്ര വിപുലമായ രീതിയിൽ നിസ്വ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് തോന്നി. അപ്പൊ ഞാനന്ന് വന്നപ്പോൾ ഇത് മാത്രമല്ല, അച്ചാറ്, പിന്നെ വേറെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ്, അതൊക്കെ ഇവര് ആൾക്കാർക്ക് സെല് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണവും ചാരിറ്റിയിലേക്ക് കൊടുക്കാണ്. പിന്നെ നിസ്വയുടെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് കുറെ ആളുകളെ ഒരു സഹായിക്കാൻ എനിക്ക് ദൈവം സഹായിച്ച് പറ്റാറുണ്ട്. അപ്പം ഞാൻ സഹായിക്കുന്നവർ ചിലപ്പോൾ പറയും, എൻ്റെ സ്റ്റാറ്റസ് കണ്ട് പറഞ്ഞു ഇവരെ ഞങ്ങളെ സഹായിക്കാറുണ്ട്. മാസത്തിൽ ഇങ്ങനെ ഭക്ഷണവും
അതുപോലെ മക്കൾക്ക് വേണ്ട ബാഗ് ഐറ്റംസ്, ഇതൊക്കെ സമീറയുടെ നേതൃത്വത്തിൽ ഇവര് നിസ്വ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തോന്നി വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ പുറം ലോകം അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാറ്റസും വെബിലൊക്കെ ഷെയർ ചെയ്തത്, ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ. അപ്പൊ അങ്ങനെയാണ് വർഷ കണ്ടത് അല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷം ഇവരുടെ കൂടെ കൂടാൻ ഒരിക്കൽ കൂടെ പറ്റിയതിൽ സന്തോഷം. സത്യം. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ പറയുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നത്. കല്യാണ വസ്ത്രങ്ങളും മറ്റു വസ്ത്രങ്ങളും മാത്രമല്ല, ഇതിപ്പോ മണിയറ ഒരുക്കുന്ന ആ ഒറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രം വാങ്ങിയതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളും ഇവിടെ കൊണ്ട് നൽകുന്നുണ്ട്. അപ്പൊ മണിയറ ഒരുക്കാനുള്ള ഈ ബെഡ്ഷീറ്റും ഇതൊക്കെയും ഇവിടുന്ന് ആവശ്യമുള്ളവർക്ക് നൽകുന്നുമുണ്ട്. സാധാരണ ഡ്രസ്സും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒക്കെ ഇടാനുള്ള വസ്ത്രങ്ങളൊക്കെ ഇവർക്ക് ഇവിടുന്ന് കൊടുത്തു വിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജാതി മത ഭേദമന്യേ ആർക്കും ഏത് നാട്ടുകാർക്കും ഇവിടെ നിന്ന് ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് നിസ്വ ഒരുക്കുന്നത്. വലിയ സന്തോഷം ഇവിടെ വരാനും ഇവരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിന്. തീർച്ചയായിട്ടും നമുക്ക് തന്നതുകൊണ്ടല്ലേ ഇതിങ്ങനെ നമുക്കിങ്ങനെ റൂം സൗകര്യം ഒരുക്കി തന്നതുകൊണ്ട് ഈ റൂം നമുക്ക് വെറുതെ ഒരു മീറ്റിംഗ് കൂടാൻ മാത്രം വേണ്ടി ഒരുക്കി തന്നാൽ ശരിക്കും അവർ. പക്ഷെ നമുക്കിത് ഇങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ള ഇല്ല, നമുക്ക് കുറേ ഡ്രസ്സ് ഇവിടെ ഇങ്ങനെ ആഗ്രഹിച്ച് വെക്കാൻ സൂക്ഷിക്കാനെല്ലാം പറ്റുന്നത്. ജമാഅത്തെ കമ്മിറ്റിക്കാണ് ഏറ്റവും വലിയ നന്ദി നമ്മൾ ഇത് ചെയ്യാൻ പറ്റുന്നതിൽ അറിയിക്കുന്നു.